ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്കൊരുങ്ങാം. മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ ആദരവോടെ ഈശോയെ നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കാം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ, ആരാധന 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 നാഥ, ആരാധന. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂ ഹല്ലേലൂയാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ നമ്മൾ ദാഹത്തോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നത് ഒരാത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് വേണമെങ്കിൽ ലൗകികരായി ജീവിക്കാം, വേണമെങ്കിൽ ആത്മീയരായി ജീവിക്കാം. 1 കൊരിന്തോസ് 2:14 നമ്മൾ വായിക്കുന്നുണ്ട്, ലൗകിക മനുഷ്യർക്ക് ആത്മാവിൻ്റെ പ്രവർത്തനം ഭോഷത്വമായി തോന്നും. അപ്പം അങ്ങനെയുള്ളവർ ആത്മീയ കാര്യങ്ങൾ അംഗീകരിച്ചെന്ന് പോലും വരില്ല. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. കർത്താവെ, ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആത്മീയരാകാനാണ്. ആത്മീയതയ്ക്ക് വേണ്ടി ദാഹിക്കുവാൻ, ദാഹത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കാം. ഈ ആരാധനയിൽ നമ്മെ നയിക്കേണ്ടതിന് നമുക്കൊരു വചനഭാഗം എടുക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനഭാഗം. നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപഠ്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. നാം ഉപേക്ഷിക്കേണ്ടതായ ചില കാര്യങ്ങൾ, ദൈവാരാധനയിൽ ദൈവത്തെ കണ്ടുമുട്ടാനും ആത്മീയ വളർച്ച പ്രാപിക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ നാം ഉപേക്ഷിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ തിന്മയും വഞ്ചനയും കാപഠ്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കണം. മറ്റൊരു കാര്യം, 2-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ള അവരുടെ അമ്മമാർക്കറിയാം, ഇളം പൈതങ്ങൾ പാലിനു വേണ്ടി ദാഹിക്കുന്നത് എപ്രകാരമാണെന്ന്. ഏതാണ്ട് അതുപോലെ നമുക്കൊരു ദാഹമുണ്ടാകണമെന്ന്. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് നല്ലവനാണെന്ന് അനുഭവിച്ചറിഞ്ഞവർക്ക് ഈ ആത്മീയത ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ എളുപ്പമായിരിക്കും. കാരണം 1 തീമോത്തി 4-ാം അധ്യായം അതിൻ്റെ 7-8 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്,
എല്ലാറ്റിനും ഉപരിയായി വരേണ്ടത് ആത്മീയതയാണ്. ആത്മീയത. കാരണം അത് ഈ ലോകത്തെയും വരാനിരിക്കുന്ന യുഗത്തെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ, വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൈവം സ്നേഹമാണെന്ന്, ആ സ്നേഹം രുചിച്ചറിയേണ്ടവരാണ് നമ്മളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിപ്പോൾ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് ഒരു ഗാനം ആലപിക്കുന്നു. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. എല്ലാവരും ചേർന്ന് പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. അഭിഷേകം ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. യോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമായി ആഗതനാകണമേ. യോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമായി ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പുതിയ ജനനം ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതുപുത്തൻ അഭിഷേകം ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. എല്ലാവരും ഹൃദയത്തുടിപ്പുകളോടെ പാടട്ടെ. ആത്മാവ് നമ്മെ നവീകരിക്കുന്ന അനുഭവത്തിൽ നമുക്ക് പാടാം. സിഹിയോൻ ശാല തന്നിൽ വീണാവിന്നതുപോ പാവന സ്നേഹവുമാ ആഗതനാകണമേ. സിഹിയോൻ ശാല തന്നിൽ വീണാവിന്നതുപോ പാവന സ്നേഹവുമാ ആഗതനാകണമേ. സകനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ, സകനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ, അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. അഗ്നിയിൽ സ്നാനം
സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. മേഘസ്വരത്തിൽ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം നൽകുന്ന അഭിഷേകം ഏറ്റെടുത്തുകൊണ്ട് മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് അല്പസമയം നമുക്ക് ദൈവത്തെ സ്വതന്ത്രമായിട്ട് സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം വാഗ്ദാനം ചെയ്ത കർത്താവേ, അഭിഷിക്തനായ യേശുവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഒരു പുതിയ ജനനം ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവിൽ ഞങ്ങൾ പൂരിതരാകുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ദുർബലരായി ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്വസ്ഥാനങ്ങളിൽ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥന് മുമ്പിലാണെന്നുള്ള ബോധ്യത്തോടെ നമുക്കിരിക്കാം. നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്, ദൈവത്തോട് ഒട്ടി നിൽക്കേണ്ട സമയമാണ്, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വിടേണ്ട സമയമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ജഡത്തിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കാം. വേണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാം. ഏത് വേണം നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനനുസരിച്ച് റിസൾട്ടും നമ്മൾ കാണേണ്ടി വരും. ജഡികരായി ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ജഡിക പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റും, നിത്യമായി ജീവിക്കാൻ പറ്റും. അതാണ് റോമ 8:13 നമ്മൾ കാണുക. ഏതാനും നിമിഷങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയിരുന്ന്, അല്ലെങ്കിൽ കണ്ണുകൾ അടച്ച് വിശ്വാസത്തിൽ കർത്താവിനെ, ജീവിക്കുന്ന ദൈവത്തെ ഈ അൾത്താരയിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവമക്കൾ എന്ന നിലയിൽ 3 കാര്യങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ കാര്യം ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ബി സ്പിരിച്വൽ. രണ്ടാമത്തെ കാര്യം സ്റ്റേ സ്പിരിച്വൽ. മൂന്നാമത്തെ കാര്യം ഗ്രോ സ്പിരിച്വൽ. 3 കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ആത്മീയ മനുഷ്യരായി ജീവിക്കുക, ബി സ്പിരിച്വൽ. ജഡികരായിട്ടല്ല, ആത്മീയ മനുഷ്യരായി നമ്മൾ ജീവിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ആത്മീയതയിൽ നമ്മുടെ ജീവിതം തുടരണം. എപ്പോഴെങ്കിലൊക്കെ അല്പസമയത്തേക്ക് ആത്മീയരാകുന്നതിലല്ല കാര്യം. ആത്മീയതയിൽ നമുക്ക് തുടരാൻ പറ്റണം, നിലനിൽക്കാൻ പറ്റണം. നിലനിൽപ്പിൻ്റെ കൃപയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യമാണ് ആത്മീയതയിൽ നമ്മൾ വളരണം. എഫേസ്യർ 4:14 മുതൽ വായിച്ചാലും അവിടെ പറഞ്ഞിട്ടുണ്ട്, ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നമ്മൾ വളരണം. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം ആദ്യ വചനങ്ങൾ പറയുന്നുണ്ട്, ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് നമ്മൾ വളരണം. ഇതെല്ലാം ആത്മീയ മനുഷ്യർ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ്. ദൈവമക്കളായി നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ.
അല്പസമയം ദൈവം നമ്മോട് സംസാരിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെതിരാകുന്ന, അഭിഷേകത്തിനെതിരാകുന്ന ചില പാപങ്ങൾ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 7:51 വായിച്ചാൽ പരിശുദ്ധാത്മാവിനെതിരെ മല്ലടിക്കുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. മർക്കടമുഷ്ടികൾ പരിശുദ്ധാത്മാവിനെതിരെ മല്ലടിക്കുന്നവരായി മാറും. എഫേസസ് 4:30 വായിച്ചാൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. രക്ഷയുടെ ദിനത്തിന് വേണ്ടി മുദ്രിതരാക്കപ്പെട്ടവരാണ് നമ്മൾ. ആ മുദ്ര പരിശുദ്ധാത്മാവാണ്. ആത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത്. നമ്മുടെ സഹോദരങ്ങളെ വേദനിപ്പിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നമ്മൾ വേദനിപ്പിക്കുന്നത്. അവർ തിരിച്ചറിവോടെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. 1 തെസ്സലോനിക്ക 5:19 പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. ബോംബ് നിർവീര്യമാക്കാൻ പറ്റും. അതുപോലെ വീര്യമുള്ള പല സാധനങ്ങളും നിർവീര്യമാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാൻ പറ്റും. വേണ്ടതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ, ദൈവത്തിൽ വിശ്വസിക്കാതെ പാപജീവിതത്തിൽ മുഴുകുമ്പോൾ ആത്മാവിനെ നമ്മൾ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. ഈ മേഖലകളെല്ലാം ഈശോയുടെ മുമ്പിൽ കൊണ്ട് നമുക്ക് അനുദപിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയെന്ന് അംഗീകരിച്ച് അനുദപിക്കാൻ തയ്യാറായാൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. ഈ അനുതാപഗാനത്തിൽ പങ്കെടുക്കുമ്പോൾ കർത്താവെ, നല്ല ചില തീരുമാനങ്ങളെടുത്ത് അതനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പാപത്താൽ ഞാൻ തളർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹൃദയം ശാന്തമാക്കി ദൈവത്തിൻ്റെ സ്വരം കേൾക്കാം. അനുതാപികളെ ദൈവം ഒരിക്കലും കൈവിടില്ല. സങ്കീർത്തനം 34:18 വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഉരുകിയ മനസ്സ്, നുറുങ്ങിയ ഹൃദയം കർത്താവ് ഒരിക്കലും നിരസിക്കില്ല. തെറ്റുകൾ മൂടിവെക്കാതെ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുമ്പോൾ അവർക്ക് കർത്താവിൻ്റെ കരുണ ലഭിക്കും. ഈശോയുടെ സ്വരം കേട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും മനസ്സിൻ്റെ നൊമ്പരങ്ങളും ശരീരത്തിൻ്റെ രോഗങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും എല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എല്ലാ സാഹചര്യത്തിലും ആത്മീയ മനുഷ്യരെ പോലെ കാണുവാൻ, കേൾക്കുവാൻ, പെരുമാറുവാൻ
നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മീയതയിലേക്ക് നാം വരുന്നതിനും ആത്മീയതയിൽ നാം തുടരേണ്ടതിനും ആത്മീയതയിൽ നാം വളരേണ്ടതിനുമെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. 4-5 കാര്യങ്ങൾ പ്രത്യേകം നമുക്ക് ഓർത്തിരിക്കാം. ഒന്നാമത്തെ കാര്യം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ബി സ്പിരിറ്റ് ബോൺ, ആത്മാവിൽ വീണ്ടും ജനനം. ദൈവവചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നാം വീണ്ടും ജനിക്കണം. നമുക്കൊരു പുതിയ മനോഭാവം, ദൈവമക്കളുടെ ആത്മീയ മനുഷ്യരുടെ മനോഭാവം നമുക്കുണ്ടാകണം. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, വീണ്ടും ജനിക്കുവാൻ അങ്ങയുടെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ വീണ്ടും ജനിക്കുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ കാര്യമാണ് ബി സ്പിരിറ്റ് ഫിൽഡ്, ആത്മാവിൽ നമ്മൾ പൂരിതരാകണം. നമുക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. 2 തീമോത്തി 1:6 മുതൽ വായിക്കുമ്പോൾ എഫേസസ് 5:17-18 വചനങ്ങളിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ പൂരിതരാകുക. വീണ്ടും ജനനം, ഒപ്പം പരിശുദ്ധാത്മാവിൽ നമ്മൾ പൂരിതരാകണം. മൂന്നാമത്തെ കാര്യമാണ് ബി സ്പിരിറ്റ് ഫെഡ്. നാം ഭക്ഷിക്കേണ്ടത് ദൈവവചനം, ദൈവികത. യേശു തന്നെ പറഞ്ഞൊരു കാര്യം യോഹന്നാന്റെ സുവിശേഷം 4:34 അവിടെ പറഞ്ഞിട്ടുണ്ട്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം പോലും. അങ്ങനെ ദൈവഹിതം നിറവേറ്റി ജീവിക്കുന്നവർ സ്പിരിറ്റ് ഫെഡ് ആയിരിക്കും, ആത്മീയതയിൽ വളർന്നുകൊണ്ടിരിക്കും. നാലാമത്തെ കാര്യമാണ് ബി സ്പിരിറ്റ് ഗൈഡർ. നമ്മെ നയിക്കേണ്ടത് നമ്മുടെ ചിന്തകളല്ല, നമ്മെ നയിക്കേണ്ടത് മറ്റാരുടെയെങ്കിലും വാക്കുകളല്ല, ദൈവാത്മാവ് നയിക്കണം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിന് വേണ്ടിയുള്ളവരാണ്. ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് ഉള്ളിലുള്ളവരാണ് ക്രിസ്തുവിനുള്ളവർ. ലൂക്ക 4-ാം അധ്യായത്തിലും മത്തായി 4-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്, യേശു ആത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് പോകുന്നത്, അവൻ പ്രലോഭനങ്ങളെ നേരിടുന്നത്, അതിനെ അതിജീവിക്കുന്നത്. കർത്താവേ, ഞങ്ങൾക്കും ഈ ഒരു ബോധ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളെപ്പോഴും ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടവരാണ്. 5-ാമത്തെ കാര്യം ഇതാണ്, ബി സ്പിരിറ്റ് കൺസ്യൂംഡ്. സ്പിരിറ്റ് കൺസ്യൂംഡ്. യോഹന്നാൻ 5:35 വായിച്ചാൽ സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അവിടെയുണ്ട്. അവൻ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു. കത്തിജ്വലിക്കുന്ന വിളക്ക്. ഏലിയ പ്രവാചകനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അവൻ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. യോഹന്നാൻ 2:17 വായിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത അവനെ വിഴുങ്ങി. തീക്ഷ്ണമതിയായിരുന്ന ഒരു വ്യക്തി. ഇതുപോലൊരു തീക്ഷ്ണത നമുക്ക് ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതാണ് അഭിഷേകത്തിലുള്ള ജീവിതം. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ വീണ്ടും വീണ്ടും ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും ആവശ്യങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച്, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടത് നൽകി അനുഗ്രഹിക്കണമേ. ഒരു ആത്മീയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ, ആത്മീയ വളർച്ച നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, കാരുണ്യവനായ ദൈവമേ, ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നവരാണിവർ, അങ്ങയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണിവർ. അങ്ങയുടെ മുമ്പിലാണ് ഇവരുടെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും ഇവരെ ഇറക്കി വയ്ക്കുന്നത്. ഈശോയെ, അതിനെല്ലാം ഫലമുണ്ടാകുന്നത് കാണുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരിലേക്ക് അവിടുത്തെ ശക്തി അയക്കണമേ, ഇവർക്ക് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. കർത്താവേ, രോഗങ്ങളെ ശാസിച്ചു മാറ്റണമേ, ജീവിത പ്രശ്നങ്ങളെ ശാസിച്ചു മാറ്റണമേ. ഈ മക്കൾക്ക് സ്വസ്ഥത, സമാധാനം, സന്തോഷം, ആത്മീയ ആനന്ദം അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ അങ്ങ് സാധിച്ചു കൊടുക്കണമേ.
ഇവരെല്ലാ നിയോഗങ്ങളും അവിടുന്ന് പരിഗണിക്കണമേ. പ്രിയപ്പെട്ടവരെ കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ ശിരസ് നമിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം ഭരമേൽപ്പിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന. യേശുവേ ആരാധന. ഈശോയേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും